നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും ഞാൻ നെറ്റോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ UK-യെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടാൽ അത് 100K അങ്ങനെ ഭയങ്കര ഹിറ്റാണ്. ഒരുപാട് പേര് അത് കാണും. എല്ലാവർക്കും സന്തോഷമാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. കുറച്ചധികം പേർക്ക് UK-യെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ UK-യെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് കാണാൻ താല്പര്യമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കാണും, ഒരു കുട്ടി UK-യെക്കുറിച്ച് വളരെ മോശമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് ഭയങ്കര ഹിറ്റായിട്ട് അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളതൊന്നും നോക്കുന്നില്ല, കാരണം അത് ആ കുട്ടിയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇപ്പോൾ UK-യിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. UK-യിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ 2019 കാലഘട്ടങ്ങളിൽ UK-യിലെ സ്റ്റുഡൻറ്റ് വിസയോട് കൂടി പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അവർ വീണ്ടും ആരംഭിച്ചു. അതായത് UK-യിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ 2 വർഷം ഇവിടെ ജോലി ചെയ്യാമെന്നുള്ളൊരവസരം. അപ്പോൾ ഈ ഒരു അവസരം വന്നപ്പോഴത്തേക്ക് നാട്ടിലുള്ള ഒരുപാട് പേര്, അതായത് ഏജന്റുമാരൊക്കെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് UK-യിലേക്ക് എത്തി. അപ്പോൾ UK-യിലേക്ക് അന്നേരം അവർ വരുമ്പോഴുള്ള അവരുടെ ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യിൽ വന്ന് 2 വർഷം അല്ലെങ്കിൽ 1 വർഷം പഠിക്കുക, അത് കഴിഞ്ഞ് 2 വർഷം സ്റ്റേ ബാക്കിൽ നിന്നുകൊണ്ട് മാക്സിമം പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോവുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ പഠിച്ച ഒരുപാട് പേര്, ബിടെക് കഴിഞ്ഞവരും നഴ്സിംഗ് കഴിഞ്ഞവരൊക്കെ ഒരുപാട് പേരാണ് നമ്മുടെ നാട്ടിൽ വളരെ തുച്ഛമായ ശമ്പളങ്ങൾക്ക് ജോലി ചെയ്യുന്നത്. അവരൊക്കെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പേര്, അതുകൂടാതെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന്, ആ രാജ്യങ്ങളിലുള്ള ജോലി കളഞ്ഞ് സ്റ്റുഡൻറ്റ് വിസയിൽ UK-യിലേക്ക് എത്തി. UK-യിൽ എത്തുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ ഈ 2 വർഷം സ്റ്റേ ബാക്ക് കിട്ടും, ആ സമയം കൊണ്ട് നല്ലൊരു ജോലി കണ്ടെത്താം എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, UK-യിൽ വന്ന് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞ് ഒരു സ്കിൽഡ് വിസ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അവിടെയാണ് നമ്മൾക്ക് സഹായകരമായിട്ട് UK-യിലെ സീനിയർ കെയർ വിസയും കെയറർ വിസയും വന്നത്. അതിൽ ഏറ്റവും പ്രയോജനം സ്റ്റുഡൻസിന് കിട്ടിയത് കെയറർ വിസയാണ്. കെയർ വിസ അതൊരു സാധാ ജോലിയാണ്, UK-യിലെ നോർമൽ ജോലിയാണ്. ഇവിടെ നമ്മുടെ ഹൈ ക്വാളിഫിക്കേഷൻ, അതായത് MBAയും MCA ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വന്ന് ഈ കെയർ ജോബ് ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും ഈ ഒരു കെയർ വിസ ആരംഭിച്ചത് കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് UK-യിലേക്ക് വന്ന 10,000-കണക്കിന് കുട്ടികൾക്കാണ് UK-യിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഒത്തത്. ജീവിതം കെട്ടിപ്പടുത്തില്ലെങ്കിൽ പോലും അവർക്ക് ഒരു പ്രതീക്ഷ, നാളെയിലേക്കുള്ള ഒരു പ്രതീക്ഷയ്ക്കുള്ള വക കിട്ടി. അങ്ങനെ അവർക്ക് COSകൾ ലഭിച്ചു, അവർക്ക് UK-യിൽ കെയറായിട്ട് ജോലികൾ ലഭിച്ചു. അങ്ങനെ 10,000-കണക്കിന് കുട്ടികൾ അവരുടെ കുടുംബവുമായിട്ട് UK-യിൽ കെയർ വിസയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇവർക്കെല്ലാം 5 വർഷം കഴിയുമ്പോൾ PR കിട്ടുമ്പോൾ മറ്റ് ജോലിയിലേക്ക് മാറണം എന്നുള്ള ആഗ്രഹമുള്ളവർ തന്നെയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, ഈ 10,000-കണക്കിന് കുട്ടികൾ UK-യിലേക്ക് വന്നു, ഈ കെയർ വിസയിലോ സീനിയർ കെയർ വിസയോ ഇല്ലായിരുന്നെങ്കിൽ ഈ കുട്ടികളെല്ലാം തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വന്നേനെ. അങ്ങനെ നാട്ടിലേക്ക് ഇവരെല്ലാം തിരിച്ചു പോകേണ്ടി വന്നിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്ന് പല കുട്ടികളെയും UK-യിലേക്ക് വിട്ടത് അവരുടെ വീടൊക്കെ പണയം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഫുൾ സമ്പാദ്യം എടുത്ത് ചിലവഴിച്ചാണ് UK-യിലേക്ക് പഠിക്കാൻ വിട്ടത്. UK-യിലെ പഠനം ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, ഒരു സംശയവുമില്ല. നമുക്ക് ക്ലാസ്സുകളൊക്കെ വളരെ കുറവാണ്. നല്ല നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയില്ലെങ്കിൽ, പ്രത്യേകിച്ച് പഠിച്ചിട്ട് വലിയ ഗുണമൊന്നും ഇല്ലെങ്കിൽ പോലും UK-യിലേക്ക് ഇവർക്കെല്ലാം എത്താൻ സാധിച്ചു. അങ്ങനെ UK-യിലേക്ക് എത്തിയ കുട്ടികളെല്ലാം തന്നെ ഇവിടെ നല്ലതുപോലെ ജോലി ചെയ്ത് 20 അവർ കിട്ടുമ്പോൾ അതും, അത് കഴിഞ്ഞ് വെക്കേഷൻ ടൈമിലൊക്കെ നല്ലതുപോലെ ജോലി ചെയ്ത് അവർക്ക് PSW കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ അതുമൊക്കെ ചെയ്ത് നാട്ടിലെ ബാധ്യതകളെല്ലാം തീർത്തുകൊണ്ട് കുറച്ച് പൈസയൊക്കെ അവർ സേവിങ്സ് ഉണ്ടാക്കിയവരുണ്ട്. അതായത് UK-യിൽ അധ്വാനിക്കാൻ റെഡി ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാം തന്നെ UK-യിൽ നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പൈസ ചിലവാക്കി തന്നെയാണ് UK-യിലേക്ക് വന്നതെങ്കിൽ പോലും അവർ ആ പൈസ എല്ലാം നാട്ടിലേക്ക് അയച്ചു. നമ്മളൊരു കാര്യം ചിന്തിച്ച് നോക്കണം, UK-യിൽ ഒരു സ്റ്റുഡൻ്റായിട്ടോ അല്ലെങ്കിൽ വർക്ക് വിസയിലോ വരുന്നവർ തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോൾ അവർ നാട്ടിൽ ചിലവാക്കുന്ന പൈസ, എങ്ങനെയായാലും ഒരു ഹോളിഡേക്ക് നാട്ടിൽ പോകുമ്പോൾ 3-4 ലക്ഷം രൂപ നമ്മൾ നാട്ടിൽ ചിലവാക്കും. അതുപോലെ സ്റ്റുഡൻ്റായിട്ട് UK-യിലേക്ക് വരുന്ന ഒരു വ്യക്തിയും നാട്ടിൽ പൈസ ചിലവാക്കിയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് നാട്ടിലെ മൊത്തത്തിലുള്ള സമ്പത്ത് വ്യവസ്ഥയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെയാണ് UK-യിലേക്കുള്ള കുടിയേറ്റമായാലും UK-യിൽ വന്നു കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ. കാരണം അവിടെ കടകളിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിക്കുന്നു, നമ്മൾ വീടുകൾ വയ്ക്കുന്നു, അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകളിൽ കയറി ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ഒരുപാട് പൈസ നമ്മൾ അവിടെ നമ്മുടെ നാട്ടിൽ ഇറക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് ആ പൈസ ഇറങ്ങുമ്പോൾ ആ സമൂഹമാണ് വികസിക്കുന്നത്. അതായത് ഒരു വ്യക്തി ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു 5 ലക്ഷം രൂപ ചിലവാക്കിയാൽ അത് ആ സമൂഹത്തിൽ എല്ലായിടത്തും ആ പൈസ എത്തുന്നുണ്ട്. പെട്രോൾ പമ്പുകളിൽ, ഹോട്ടലുകളിൽ, നമ്മുടെ കടകളിൽ, അവിടെ എല്ലാം എത്തിക്കുന്നുണ്ട്. അതെല്ലാം പല ജീവിതങ്ങളെ സഹായിക്കുകയാണ്. അങ്ങനെ വിദേശ രാജ്യത്തേക്ക് എത്തിയ സ്റ്റുഡൻസ് ഇവിടെ വന്ന് ചെയ്ത് നല്ല ജോലി ചെയ്തവർ, അതായത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത, കള്ള ജോലിക്കാരല്ല, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തവർക്കെല്ലാം തന്നെ ഇവിടെ വിസ ലഭിച്ചിട്ടുണ്ട്. അവിടെ വിസ ലഭിച്ച് അവർ ഫാമിലിയായിട്ട് ഇവിടെ സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. ജോലി ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കെയർ ഹോമിലെ ജോലി അത്ര ഈസി അല്ല. ചില കെയർ ഹോമുകളൊക്കെ ഈസി ആയിട്ടുള്ള ജോലി ഉണ്ടെങ്കിലും കൂടുതൽ സ്ഥലത്തും ജോലികൾ അത്ര ഈസി അല്ല. പക്ഷേ ഇവർ ഈ ചെറിയ പ്രായത്തിൽ തന്നെ UK-യിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് 5 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ 22-23 വയസ്സുള്ളവർക്ക് 28-29 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് UK-യിലെ PR ആകും. അവരുടെ നല്ല സമയത്ത് തന്നെ PR ആകുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ഫ്യൂച്ചറിലേക്ക് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതാണ്. അന്നേരം നമ്മൾ എപ്പോഴും UK-യെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ കെയറായിട്ട് സീനിയർ കെയറായിട്ട് നാട്ടിൽ നിന്ന് എത്ര പേരാണ് യു കെയിലേക്ക് വന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് യു കെയിലേക്ക് വന്നത്, അവരുടെ കൂടെ ഫാമിലി എല്ലാം കൂടെ വരുന്നത്. അന്നേരം ഇവരെല്ലാം യു കെയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ അവർക്കെല്ലാം നല്ല രീതിയിൽ ഒരു ജോലി ഇവിടെ ലഭിക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നാട്ടിൽ ഒരു ജോലി ചെയ്താൽ എത്ര പേർക്കാണ് 50,000 രൂപ മാസം മിച്ചം വെക്കാൻ സാധിക്കുന്നത്? ചിലവെല്ലാം കഴിഞ്ഞ് 50,000 രൂപ മാസം മിച്ചം വെക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ പൊളിറ്റിക്സിലൊക്കെ ഉള്ളവർക്കാണേ പറ്റും. സാധാ ജോലി ചെയ്യുന്ന എത്ര പേർക്കാണ് 50,000 രൂപ മിച്ചം വെക്കാൻ സാധിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് യു കെയിലെത്തി കെയർ മേഖലയിൽ പോലും ജോലി ചെയ്യുന്ന കുട്ടികൾ 50,000 രൂപ, അതിപ്പോൾ 20 അവർ ചെയ്യുമ്പോഴല്ല, അവർ വിസ കിട്ടി ഫുൾ ടൈം ആയി കഴിയുമ്പോൾ അവർ 50,000 രൂപ മിക്കവരും നാട്ടിലേക്ക് എല്ലാ മാസവും അയക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ഈ 50,000 രൂപ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ മക്കൾ യു കെയിൽ വന്ന് പഠിച്ചു കഴിഞ്ഞ് ജോലിയില്ലാതെ തിരിച്ച് നാട്ടിൽ വന്നായിരുന്നതിനുള്ള അവസ്ഥ എന്തായിരുന്നു? അതല്ലെങ്കിൽ യു കെയിൽ വന്നില്ല, നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ചിറങ്ങിയാലും ജോലിയില്ലാതെ നടക്കുന്നൊരവസ്ഥ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ യു കെയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. നിങ്ങളെല്ലാവരും തന്നെ യു കെയെ അങ്ങ് കുറ്റം പറയുന്നത് മാത്രമാണ് എല്ലാവർക്കും താല്പര്യം. യു കെ പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുതിർന്നവർ കെയർ വിസ, സീനിയർ കെയർ വിസ തുടങ്ങിയ വിസകളിലൂടെ യു കെയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പൈസ എത്ര ലക്ഷം രൂപയാണ് ഓരോ മാസവും നമ്മുടെ നാട്ടിലേക്ക് ഇവരൊക്കെ അയക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്ര ലക്ഷം രൂപയാണ് ഓരോ മാസം വരുന്നത്? ലക്ഷമല്ല, കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും വരുന്നത്. ഈ വരുന്ന പൈസ എല്ലാം തന്നെ സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചിലവർ പറയും ഞങ്ങൾ വിദേശികളെ ആശ്രയിച്ചല്ല കഴിയുന്നതൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അവരും മനസ്സിലാക്കണം, അവർക്കും ഈ വിദേശ പണം വരുന്നതിൽ നിന്ന് ഒരേ ശതമാനം അവർക്കും ലഭിക്കുന്നുണ്ട് പല രീതിയിലായിട്ട്. ഇപ്പോൾ ചിലവർക്ക് ഡയറക്റ്റ് വിദേശ പണം കിട്ടുന്നില്ലെങ്കിൽ പോലും അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ആ വിദേശ പണത്തിൻ്റെ ഗുണം അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 വീട് എടുക്കുമ്പോൾ അതിൽ 5 വീട്ടിലും വിദേശത്തുള്ള ഒരാൾ ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ വലിയ വലിയ വീടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 60% വിദേശത്തു നിന്നുള്ള പണം ഉള്ള വീടുകൾ തന്നെയാണ്. അന്നേരം അങ്ങനെ ആ വീടുകൾ വെക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഓരോ വീടുകളിൽ നിന്ന് വിദേശത്തേക്ക് ആൾക്കാർ പോകുമ്പോൾ ആ വീടുകളിലേക്കൊക്കെ വരുമാനം വരികയാണ്. ആ വരുമാനം വരുന്നത് ആ സമൂഹത്തിലേക്കൊക്കെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ വിദേശത്ത് പോയവരെ പുച്ഛിച്ച് കാണാതെ, പലരും പല ദിവസങ്ങളിൽ നമുക്ക് കമൻ്റ് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് നാടിനെ പുച്ഛമാണ്, വിദേശത്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾ അഹങ്കാരികളാകും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞങ്ങൾ വിദേശത്തേക്ക് വന്നത് അഹങ്കാരം കാണിക്കാനോ നാടിനെ പുച്ഛമായതുകൊണ്ടൊന്നും അല്ല. ഞങ്ങൾക്കെല്ലാം ജീവിക്കാനുള്ളൊരു അവസരം വേണം, ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു മാർഗം വേണം. നമ്മുടെ നാട്ടിൽ ജീവിച്ചാൽ അത് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പുകൊണ്ടാണ് പലരും യു കെയിലേക്ക് വരുന്നത്. നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എത്രയോ പേരാണ് ഡെലിവറി ജോബ് ചെയ്യുന്നത്. ജോബ് മോശമാണെന്നല്ല പറയുന്നത്, അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാലറി എത്രയാണ്, അവർക്ക് എത്ര രൂപ മിച്ചം വെക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് യു കെയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഏത് ജോലി ചെയ്താലും അവർക്കൊരു മിനിമം വേജ് ലഭിക്കും. ഇപ്പോൾ ഇന്ത്യയുടെയും യു കെയുടെയും തമ്മിലുള്ള ക്യാഷിൻ്റെ ഡിഫറൻസും ഉണ്ട്. അതായത് ഇവിടെ ഒരു മണിക്കൂറിന് നമുക്ക് 11 പൗണ്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് നാട്ടിലേക്ക് അയച്ചാൽ ഏകദേശം 1200 രൂപ ഒരു മണിക്കൂറിന് ഇവിടെ കിട്ടുകയാണ്. അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ്. അന്നേരം ഒരു ദിവസം നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്താൽ ഏകദേശം 10,000 ഇന്ത്യൻ റുപ്പീസാണ് നമുക്ക് യു കെയിൽ ലഭിക്കുന്നത്. ഈ മണി എക്സ്ചേഞ്ച് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ തുച്ഛമായ പൈസ ഒരു 100 പൗണ്ട് നാട്ടിലോട്ട് അയക്കുമ്പോൾ പോലും നമുക്ക് നാട്ടിൽ 10,000 രൂപ ലഭിക്കുകയാണ്. അന്നേരം അങ്ങനെ ഈ യു കെയിൽ വന്ന് വർക്ക് ചെയ്തവർ നാട്ടിലേക്ക് പൈസ ഒരുപാട് അയക്കുന്നുണ്ട്. അന്നേരം നമ്മൾ എപ്പോഴും കുറ്റം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ എത്രയോ കുടുംബങ്ങളാണ് യു കെയിൽ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടത്. നേഴ്സുമാരായിട്ട് വന്ന് രക്ഷപ്പെട്ട്, കെയറായിട്ട് വന്ന് രക്ഷപ്പെടുന്നുണ്ട്, സീനിയർ കെയറായിട്ട് വന്ന് രക്ഷപ്പെടുന്നു, സ്റ്റുഡൻസായിട്ട് വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് നല്ല ജോലി കിട്ടി രക്ഷപ്പെടുന്നവർ. അന്നേരം നമ്മൾ അതുകൂടെയൊക്കെ ഒന്ന് ചിന്തിക്കുക. എപ്പോഴും യു കെ കുറ്റങ്ങൾ മാത്രം പറയാതെ നമ്മുടെ നാട്ടിൽ നിന്ന് യു കെ പോലെ രാജ്യത്തേക്ക് വന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്രയോ സംഭാവനകളാണ് അവർ തരുന്നത്, അതൊക്കെ ഒന്ന് ഓർക്കുക. യു കെ ഗവൺമെൻറ് കുറ്റം പറയുമ്പോൾ ഇതുകൂടെയൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇവിടെ പല പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് മിച്ചം വെക്കാം എന്നുള്ളൊരു ഉറപ്പ് ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കുമുണ്ട്. ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ നാളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഒരു കടം മേടിച്ചാൽ പോലും അവർക്ക് ചിന്തിക്കുന്ന ഓക്കെ അടുത്ത മാസം ജോലി ചെയ്യുമ്പോൾ ആ കടം തീർക്കാം, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് എക്സ്ട്രാ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഈ കടം തീർക്കാം എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ പലർക്കും ആ ഒരു പ്രതീക്ഷയില്ല. കടം കൂടുമ്പോൾ അതിനെക്കുറിച്ച് ആദ്യം പിടിച്ച് ഉറക്കമില്ലാത്ത രാത്രികളെന്നല്ലാതെ ആ കടം തീർക്കാൻ ഒക്കെ എന്നുള്ളൊരു പ്രതീക്ഷയും അവർക്കില്ല. അവർക്ക് എങ്ങനെയും വിദേശ രാജ്യത്ത് പോയാൽ ആ കടം തീർക്കാമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. അപ്പോൾ യു കെയെക്കുറിച്ച് കുറ്റം പറയുന്നത് ഇതൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.